കാണാത്ത ആണുങ്ങള് പിടിക്കട്ടെ, അവർക്ക് ഞെക്കായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാരെ കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാമായിരിക്കും. കേട്ടല്ലോ, ഇവളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? വേസ്റ്റ്, പൊതുശല്യമായി പോലും ഇവളെയൊക്കെ അംഗീകരിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. ആരാണിവൾ? മനസ്സിലാവാത്തോണ്ട് ചോദിക്കണം, ആരാണിവൾ? മഞ്ജു പിള്ളയുടെ മകൾ 3 വർഷം മുമ്പ് ആ പെൺകുട്ടി എടുത്ത ഒരു ചിത്രം, അത് അവളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അവൾ എന്ത് ഡ്രസ്സ് ധരിക്കണം, എന്ത് പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അവളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അത് ചോദിക്കാൻ ഈ ചവറ് കേസുകൾ ഇവളുമാരൊക്കെ ആരാണ് എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക്, ഇത് ഇന്ത്യയാണ്, ഇവിടെ ഒരു പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. തനിക്കൊന്നിനും കഴിയാത്തത് കൊണ്ട് മറ്റുള്ളവർ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രസ്ട്രേഷൻ അത് മാത്രമാണ്. കാരണം ഞാൻ മാത്രമാണ് പതിവ്രത, ഞാൻ ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങളെയും അങ്ങ് നല്ലതാക്കാൻ നടക്കുകയാണ്, ഞാൻ എല്ലാവരെയും അങ്ങ് വിമർശിക്കും, അതുകൊണ്ട് ഞാൻ വിമർശിക്കുമെന്ന് ഭയന്ന് ആരും എന്നെ കുറിച്ചൊന്നും പറയാൻ പാടില്ല, വാ തുറന്നാൽ തെറി മാത്രമേ ഞാൻ പറയൂ, തെറി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും എടുത്തങ്ങ് വിമർശിക്കും, ഞാൻ വളരെ മോശമായി എല്ലാവരെയും അങ്ങ് പറയും എന്നൊക്കെയാണ് ചില അവളുമാര് ധരിച്ചു വെച്ചേക്കുന്നത്. സത്യത്തിൽ ഇവളുമാർക്കൊന്നും നമ്മളൊരു പൂജ്യത്തിന്റെ സ്ഥാനം പോലും കൊടുക്കാൻ പാടില്ല. പക്ഷേ ഞാൻ പറയുന്നത് ഈ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടാണ്. താങ്കൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയ കാണുന്ന ആളാണ് എങ്കിൽ, താങ്കൾ ഈ വീഡിയോ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും താങ്കൾ ഇതിന് കൃത്യമായ നടപടി സ്വീകരിക്കണം. ഒരു പെൺകുട്ടിയെ ഇതിലും മോശമായി പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. നീ ബസ്സിൽ കയറി നിന്നുകൊഴടി, നിന്റെ അവിടെ ഇവിടെയൊക്കെ അവന്മാര് പിടിക്കട്ടെ, നിനക്ക് കാമപ്രാന്താണോ എന്നൊക്കെ ഒരു പെൺകുട്ടിയോട് ചോദിക്കുക. പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഒരു പെൺകുട്ടിയെ വ്യക്തിഹത്യ ചെയ്യുക എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആരാണ് ഇവളുമാർക്ക് ഇത്തരത്തിൽ അധികാരം നൽകിയത്? അതായത് ഇവിടത്തെ പോലീസിനെ, ഇവിടത്തെ നിയമവ്യവസ്ഥയെ ഭയമില്ലാത്തത് കൊണ്ടല്ലേ ഒരു പെൺകുട്ടിയുടെ നാളെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് പീഡനങ്ങൾ നടക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ 1 വയസ്സായ 2 വയസ്സായ 3 വയസ്സായ 13 14 വയസ്സായ പെൺപിള്ളേരെ പീഡിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുക. അതിലൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം അതൊക്കെ ഞരമ്പ് രോഗികൾ, ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത കഴപ്പ് മൂത്ത് കിടക്കുന്ന ചില നാറിച്ചെറ്റകളുണ്ട്. അവന്മാർ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും. അതുകൊണ്ട് ആ ചോദ്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ കുറെ കമന്റ് വന്ന്, നീ ഇതുപോലെ ചെയ്യുമോ, നീ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കുമോ, ഇതൊക്കെ മോശമല്ലേ, നമ്മൾ അങ്ങനെ കുറെ സദാചാരക്കാർ വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ അവരെ നിർബന്ധിക്കുകയും വേണ്ട. ഇനി താല്പര്യമുണ്ടെങ്കിൽ പോലും നിങ്ങൾ അത് സമ്മതിക്കുകയും വേണ്ട. മഞ്ജു പിള്ള നിങ്ങളുടെ ആരെന്നെങ്കിലും പണം വാങ്ങിയിട്ട് ജീവിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആരുടെയെങ്കിലും ചെലവിൽ ജീവിക്കുന്ന ആളാണോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിന്റെ തിണ്ണ നിരങ്ങിയാണോ അവരവരുടെ മകളെ വളർത്തുന്നത്? അല്ലല്ലോ. നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ മഞ്ജുപിള്ളയുടെ മകളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടാണോ മഞ്ജുപിള്ളയുടെ മകൾക്ക് എല്ലാ സൗകര്യവും ഒരുക്കി നൽകുന്നത്? അല്ലല്ലോ. അപ്പോ മഞ്ജുപിള്ളയ്ക്കും മഞ്ജുപിള്ളയുടെ ഭർത്താവിനും പ്രശ്നമില്ല എങ്കിൽ കാണുന്ന നിനക്കൊക്കെ എന്താടാ പ്രശ്നം? നീയൊക്കെ അത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ പോലെ, രാത്രിയാകുമ്പോൾ ഓരോ പെണ്ണുങ്ങളെ സബ്സ്ക്രിപ്ഷൻ എടുത്തു വെക്കുമ്പോൾ അത് പണം കൊടുത്ത് കയറി കുത്തിയിരുന്ന് കാണാൻ നിനക്കൊക്കെ ഒരു കുരുവും ഇല്ലല്ലോ. അപ്പോ ഒരു സ്ത്രീയെ വളരെ മോശമായി, ഒരു പെൺകുട്ടി എന്ന് പോലും ചിന്തിക്കാതെ, ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അവൾ എന്ന് പോലും ചിന്തിക്കാതെ ആ കുട്ടിയെ ഏറ്റവും മോശമായ തരത്തിൽ, ഏറ്റവും വൃത്തികെട്ട രീതിയിൽ പരാമർശങ്ങൾ നടത്തി അവൾക്ക് കാമപ്രാന്താണ് എന്ന് വരെ പറഞ്ഞ ഈ സ്ത്രീക്കെതിരെ കർശനമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ മതിയാകൂ. കാരണം ഇതൊരു മാലിന്യമാണ്, ഇതൊരു പൊതുശല്യമാണ്. ഇതിനെ ഇപ്പോഴെങ്കിലും പിടിച്ചു കെട്ടിയില്ല എങ്കിൽ ഇനി ഇത് പറയുന്നത് കേട്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നത് വരെ സർക്കാർ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. ഇവർക്കെതിരെ 68 കേസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ 8 എണ്ണം FIR ഇട്ടു എന്നും പറയുന്നുണ്ട്. വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ പലരും ഉയർത്തുന്നുണ്ട്. നമുക്കൊരാളെ ഉപദേശിക്കാം, നല്ല രീതിയിൽ ഉപദേശിക്കാം. അതായത് ആ കുട്ടി ഇട്ട വസ്ത്രം ശരിയല്ല എന്ന് നമുക്ക് തോന്നിയാൽ, ആ പെൺകുട്ടിക്ക് അത് തോന്നിയില്ല, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യമുണ്ട്, അവൾക്ക് ധൈര്യമായി ഇത്തരം വസ്ത്രങ്ങൾ ഇട്ട് അവളുടെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാം. അതിന് അവൾക്ക് ധൈര്യമുണ്ടായാൽ മതി. അല്ലെങ്കിൽ അവൾക്കത് ഇഷ്ടമാണ് എങ്കിൽ, ധൈര്യത്തിനപ്പുറം അവളുടെ ശരീരത്തിന് ഇത് യോജിക്കുന്നു, അവൾക്കത് ഇഷ്ടമാണെന്ന് അവൾക്ക് തോന്നിയാലിടാം. ഇനി അത് കണ്ടിട്ട് കുരു പൊട്ടി അങ്ങ് ഒലിക്കുകയാണ്, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ കഴിയുന്നില്ല, അതുകൊണ്ട് ഇവളെ അങ്ങ് 2 പറയാം,
അത് മാന്യമായ രീതിയിൽ പറയാമല്ലോ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പൊതു ഇടങ്ങളിൽ ഇങ്ങനത്തെ പിന്നെ ഫോട്ടോ ഇടുന്നത്? നിങ്ങൾ എന്തുദ്ദേശിച്ചാണ് ഇങ്ങനെ ഇടുന്നത്? ഇതൊക്കെ തെറ്റല്ലേ? നിങ്ങളുടെ അമ്മയ്ക്ക് നിങ്ങൾ ഒരു മകളല്ലേ ഉള്ളൂ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിന് മറുപടി അവർ പറയുകയോ പറയാതിരിക്കുകയോ ചെയ്യാം. മഞ്ജു പിള്ളയുടെ ഭർത്താവിനും ഇല്ലാത്ത എന്ത് ചൊറിച്ചിലാണ് ഈ പെണ്ണും പിള്ളയ്ക്ക് എന്നുള്ളതാണ്. അതായത് ലോകത്തിരുന്ന് ഒരു 4 ചുമരിനകത്തിരുന്നു കൊണ്ട് ലോകത്തുള്ള എല്ലാരെയും വലിച്ചു കീറിയം കൊട്ടിക്കണം. ഞാൻ മാത്രമാണ് നല്ലത്, എനിക്കപ്പുറം ആരുമില്ല, ഞാനാണ് ലോകത്തെ ഏറ്റവും നല്ല സ്ത്രീ, അതുകൊണ്ട് എനിക്ക് ഈ ലോകത്തുള്ള ആരെയും വിമർശിക്കാം, ആരെ വേണമെങ്കിലും എന്ത് പറയാം. നമ്മളെ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിനെ പേടിച്ചാണ്. പലപ്പോഴും ഒരു 90% ആളുകളെയും നമ്മൾ എടുത്താൽ നമ്മൾ ഭയക്കുന്നത് ആരെയാണ്? സമൂഹത്തിനെയാണ്. നമ്മളെ വീട്ടുകാരത്തിനപ്പുറം നമ്മൾ ഭയക്കുന്നത് സമൂഹത്തിനെയാണ്. നമുക്കൊരു നല്ല രാത്രി ഒരു ഹോട്ടലിൽ കയറി ഒരു 10 മണിക്ക് ശേഷം ഒരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചാൽ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ നമ്മൾ നോക്കുമ്പോൾ അയ്യോ നമ്മളെ കുറിച്ച് അവർ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത. ഇനി ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ചാൽ സമൂഹം എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത. ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചാൽ, ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് എടുത്ത് പഠിച്ചാൽ, ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്താൽ, ഇതൊക്കെ നമ്മൾ സമൂഹത്തെ ഭയന്നാണ് നമ്മുടെ ജനനം മുതൽ, നമുക്ക് അറിവ് വെച്ച സമയം മുതൽ നമ്മുടെ മരണം വരെ നമ്മൾ ജീവിക്കുന്നത് സമൂഹത്തെ ഭയന്നാണ്. സമൂഹം എന്ത് ചിന്തിക്കും, സമൂഹം എന്ത് പറയും, സമൂഹത്തിന്റെ കണ്ണിൽ നാളെ നമ്മൾ മോശക്കാരാകില്ലേ, സമൂഹം നാളെ നമ്മളെ അങ്ങനെ തെറ്റിദ്ധരിക്കില്ലേ, സമൂഹം നാളെ നമ്മളെ ഇങ്ങനെ ചാപ്പ കുത്തില്ലേ, സമൂഹം നാളെ നമ്മളെ മോശക്കാരിയാക്കില്ലേ. ആരാണ് ഈ സമൂഹം? ആരാണ് ഈ സമൂഹം എന്ന് പറയുന്നത്? അതൊക്കെ പഴയ 90കളിലെ കാഴ്ചപ്പാടാണ്. ലോകം മാറി. ഫ്ലൈറ്റ് ഓട്ടിക്കുന്ന പെൺകുട്ടികൾ വരെ ഉണ്ട്. ബഹിരാകാശത്ത് വരെ പോയി മാസങ്ങളോളം അവിടെ പെട്ടുപോയിട്ട് അതിജീവിച്ച് ധൈര്യത്തോടെ പിന്നെ പുറത്തേക്ക് വന്ന സ്ത്രീകളുള്ള സമൂഹമാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മൾ ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നീ ഇപ്പോൾ ഷോളൊക്കെ ഇട്ട് എല്ലാം മറച്ചല്ലേ ഇരിക്കുന്നതെന്ന് ചോദിക്കാം. അതെന്റെ ഇഷ്ടമാണ്. എനിക്കങ്ങനെയാണ് എൻ്റെ വസ്ത്രധാരണം ചെയ്യാൻ എനിക്കിഷ്ടം, അതാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു. ഇനി നാളെ ഭാവിയിൽ എപ്പോഴെങ്കിലും എനിക്ക് മാറ്റി ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും. അതെന്റെ ഇഷ്ടമാണ്. അത് ചോദിക്കാനും പറയാനും എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കോ സമൂഹത്തിനോ അധികാരമില്ല. പ്രത്യേകിച്ച് ഞാനുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു നാറികൾക്കും അധികാരവും അവകാശവും ഇല്ല എന്നുള്ളതാണ്. ഇത് ഒരു പെൺകുട്ടിയെ ഇത്രയും മോശമായി ചിത്രീകരിച്ചിട്ടും ഇവൾക്കെതിരെ കേസ് എടുത്തില്ല എങ്കിൽ അത് കേരള പോലീസിന് തന്നെ അപമാനമാണ്. ഈ പറഞ്ഞതൊരു പുരുഷനാണെങ്കിൽ ഇന്നവൻ അഴിക്കുള്ളിലാവില്ലേ? ജാമ്യം കിട്ടാതെ ഇന്നവനെ പിടിച്ചകത്തിടില്ലേ? അപ്പോ ഒരു മൊബൈൽ എടുത്ത് വെച്ചിട്ട് എന്തും അങ്ങ് പറയാം, ആരെയും എന്ത് മോശവും വിളിച്ച് പറയാം, ഞാൻ മാത്രമാണ് ഇവിടെ ശരി എന്നുള്ള ഒരു അഴുക്ക പെണ്ണെന്നൊക്കെ നമ്മളെ തിരുവനന്തപുരം ഭാഷയിൽ പറയും, വേറെ അഴുക്ക തളച്ചി എന്ന് പറയാം. അതുപോലെയാണ് ഈ സ്ത്രീ എന്ന് പറയുന്നത്. അതായത് ആ പെൺകുട്ടി അതിനെ ഹൂ കെയേഴ്സ് എന്ന് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടി അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെയാണ് സമൂഹം നിങ്ങളോട് ചോദിക്കുന്നത്. എല്ലാ പേരും സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ സണ്ണി ലിയോണിനെ തലയിൽ എടുത്തു വെച്ച് നടക്കുന്നവരാണ് ഇന്ത്യയിലെയും കേരളത്തിലെയും ലോകം മുഴുവനുള്ള ജനത. സണ്ണി ലിയോൺ ചെയ്യുന്നതൊക്കെ നല്ലതല്ല എന്ന അഭിപ്രായമുള്ള പലരുമുണ്ട്. എന്നിട്ടും സണ്ണി ലിയോൺ കേരളത്തിൽ വന്നപ്പോൾ കൊച്ചിയിൽ ഗതാഗത കുരുക്ക് വരെ ഉണ്ടായതാണ്. സണ്ണി ലിയോൺ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ സ്ത്രീയൊന്നും അല്ലല്ലോ സണ്ണി ലിയോൺ. ആരാണ് സണ്ണി ലിയോൺ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ വരുമ്പോൾ ഇത്ര കാഴ്ചക്കാരുണ്ടാവുന്നത്? അതാ ഓരോരുത്തരും ഇഷ്ടമാണ്. സണ്ണി ലിയോണിനെ ഇനി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ വീഡിയോസ് ചെയ്യുന്ന ആളുകളെയൊക്കെ ഇഷ്ടപ്പെടുകയും ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടവും താല്പര്യമാണ്. ഈ ചവറ് ഇതൊക്കെ പറയാൻ ഈ ചവർ ആരാണ്? എനിക്ക് പറയാനുള്ളത്, രമേശ് ചെന്നിത്തല കൃത്യമായി ഇതിൽ നടപടി സ്വീകരിക്കണം. മഞ്ജു പിള്ള പരാതിയും കൊടുക്കണം. ഇനി ഒരു പെൺകുട്ടികളെയും പുഴുത്ത നാവുകൊണ്ട് ഇത്തരത്തിൽ അപഹസിക്കാനോ അപമാനിക്കാനോ പാടില്ല എന്നുള്ളതാണ്.